ഹലോ, അങ്ങനെ കശ്മീരിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എവിടെയൊക്കെ പോയി ഏതൊക്കെ പാട്ട് കവർ ചെയ്തെന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മോർണിംഗ് തന്നെ നല്ല വ്യൂ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എണീക്കുന്നത്. നമ്മൾ തലേ ദിവസം ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അത് നല്ല അടിപൊളി വ്യൂവും നല്ല തണുപ്പൊക്കെ കൂടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആളുകൾ കുറച്ച് സാധനങ്ങളൊക്കെ സെല് ചെയ്യാനൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ കുറച്ചധികം സ്പോട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സമ്മർ സീസണാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഭയങ്കര പീക്ക് തണുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് പ്രീമിയം ഐറ്റംസൊക്കെ അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് അത്യാവശ്യം ലോങ് ജേണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് നല്ല ആപ്പിൾ തോട്ടത്തിലേട്ടാണ് കേട്ടോ. കശ്മീർ വരെ വന്നിട്ട് എന്തായാലും ആപ്പിൾ തോട്ടം വിസിറ്റ് ചെയ്യണമല്ലോ അല്ലേ. പോകുന്ന വഴിയിലും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഫൈനലി നമ്മളിതാ ആപ്പിൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇവർ ലൈവായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ നമുക്ക് ജ്യൂസ് അടിച്ച് തരും. അപ്പോൾ അതൊക്കെ കുടിച്ച് ഒരു കവറും പിടിച്ച് നമുക്ക് തന്നെ ഇഷ്ടമുള്ള അത്ര ആപ്പിൾ പിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ബില്ല് ചെയ്താൽ മതി. അവിടെ ഇങ്ങനെ കുട്ടികൾ പ്രാവും അതുപോലെ മുയലിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവർ ചെറിയ ടിപ്പൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ടിപ്പ് അവർക്ക് കൊടുക്കണേ. അങ്ങനെ നമ്മൾ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്തിട്ട് ഈ ആപ്പിൾ തോട്ടത്തിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അത്യാവശ്യത്തിലേറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇഷ്ടമുള്ള ആപ്പിളൊക്കെ പ്ലക്ക് ചെയ്ത് പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ വേറൊരു മലയാളി ഫാമിലീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ, അതായത് ലഞ്ചൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് കഴിക്കാനായിട്ടൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ABC വാലിയാണ്. അതായത് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള 3 വാലിയാണ്. അരു വാലി, ബത്താബ് വാലി, ചന്ദൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ള 3 വാലീസ് ഇട്ടാം. അപ്പോൾ ഈ 3 വാലി വിസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളാണ്. ഇവിടെ റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ തന്നെ ഒരുപാട് നല്ല നല്ല ഇത് കണ്ട് ഇതുപോലെ നല്ല രസമുള്ള അരുവികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫിഷിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാനായിട്ട് നമ്മളിവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ABC വാലീസ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരു വാലിയിലാണ് കേട്ടോ പോകുന്നത്. അവിടെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള സ്പോട്ടാണ് കേട്ടത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പും പിന്നെ നല്ല ഭംഗിയാണ് ഈ വ്യൂ ഇങ്ങനെ കാണാനായിട്ട്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും പിന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ളൊരു നല്ല ഏരിയയാണ് കേട്ടത്. അങ്ങനെ അരു വാലി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ചന്ദൻ വാലിയിലേക്കാണ് കേട്ടോ. ആക്ച്വലി നിങ്ങളിവിടെ വരുന്ന സമയത്ത് ABC വാലിയിൽ 3 വാലിയിലും പോകണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എന്തായാലും അരു വാലിയിലും അതുപോലെ ബത്താബ് വാലിയിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. പക്ഷേ ചന്ദൻ വാലിയിൽ അതിന് മാത്രം കാണാനൊന്നുമില്ലേ. അങ്ങനെ അത് അവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങനെ ആളുകൾ സെല് ചെയ്യുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു അരുവിയും പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടുന്ന് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. ലാസ്റ്റാണ് നമ്മൾ ബത്താബ് വാലിയിൽ പോയത്. ഇവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ
പറ്റും അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര രസമാണ്. പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര രസമുള്ള അരുവികളും പിന്നെ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്ന് കാണാനുള്ള സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ടൈം ലേറ്റായി വന്നതിന് നമ്മൾ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിവിടെ പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ബത്തേർ വാലി പോകാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്ര നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നത്തെ വാലീസൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പോയത് ഇവിടുത്തെ ട്രഡീഷണൽ ഷോപ്പുകളിലേക്കാണ് കേട്ടോ. ഉമ്മമാർക്കൊക്കെ ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ല അടിപൊളി പാകിസ്ഥാനി വയസ്സൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ 2-3 ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നല്ലൊരു ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് അതുപോലെ ഒരു ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോവുകയാണ്. നമുക്കിന്ന് ഡിന്നറൊക്കെ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ചെറിയൊരു വീട് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. 3-ാമത്തെ ദിവസത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.